ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ റമദാൻ മാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ റമദാനിലേക്ക് നാം പ്രവേശിച്ച ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊക്കെ ഏറെ ആഘാതമുണ്ടാക്കുന്ന വലിയ ഭീകരമായ വാർത്തകൾ എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ അച്ചടക്കവും സംയമനവും നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഹൃദയത്തിനുള്ള, മനസ്സിനുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അത് കുടുംബത്തിലെ സമാധാന നഷ്ടമായിട്ട് മാറുന്നു. ആ അർത്ഥത്തിൽ മനുഷ്യരെ നശിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭോഗാസക്തിയുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ്. ധാരാളിത്ത ജീവിതത്തിന് പിന്നാലെയുള്ള പരക്കം പാച്ചിൽ. അതിൻ്റെ പേരിൽ മനുഷ്യർ കടക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവനുള്ള വരുമാനത്തിനപ്പുറം ചെലവ്, അത്യാവശ്യം ജോലിയും വരുമാനവും ഒക്കെ ഉള്ള ആളുകൾ പോലും അവർക്ക് കയ്യിൽ ലഭിക്കുന്നത് അവരുടെ ചെലവിന്, അവരുടെ ജീവിതത്തിന് മതിയാവാതെ പോകുന്ന ഒരവസ്ഥാവിശേഷം. അതാണ് ധാരാളിത്ത ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ധൂർത്ത് ഒരു വശത്ത് നമ്മൾ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ കടം കുമിഞ്ഞുകൂടുന്നു. എന്ന് മാത്രമല്ല, കുടുംബങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അയൽവീട്ടുകാരും നാട്ടുകാരുമൊന്നും അറിയുന്നില്ല. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുന്നത്. ഇങ്ങനെ ധാരാളിത്ത ജീവിതം നയിച്ച് അവസാനം സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വെഞ്ഞാറമൂട്ടിലെ ആ ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ അക്രമങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ട് തരിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത്. 4-5 ജീവനുകളെയാണ്, അതും കുടുംബക്കാരെ അടക്കം ഉൾപ്പെടുന്ന 4-5 ജീവനുകളെയാണ് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഭീകരത വളർന്ന് പന്തലിക്കുമ്പോൾ, നമ്മളൊക്കെ സമാധാനം കെടുത്തിക്കളയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ റമദാൻ പോലുള്ള മാസങ്ങളെ സാധാരണ വർഷങ്ങളെപ്പോലെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അവസാനം ആളുകളിങ്ങനെ സ്വയം നശിക്കുന്ന, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഘട്ടത്തിൽ ആളുകളോട് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ്? ഇതാ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അഭയം തേടാൻ നിങ്ങൾക്കിതാ ലഹരി എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളുടെ മുമ്പിലുണ്ട്. ലഹരിയിൽ നിങ്ങൾ അഭയം തേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊന്നും അറിയേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉന്മാദത്തിൻ്റെ മായാവലയത്തിൽ നിങ്ങൾ അകപ്പെടും. അതാണ് പരിഹാരം. അങ്ങനെയാണ് ഒരു വശത്ത് ധാരാളിത്ത ജീവിതവും അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ലഹരിയോടുള്ള അടിമത്വവും, ഇത് രണ്ടും പിശാചാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇതിനുള്ള പ്രചോദനം നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി നമ്മൾ റമദാനിലേക്ക് വരുമ്പോൾ, റമദാൻ എന്ന് പറഞ്ഞാൽ പിശാചിനോടുള്ള പോരാട്ടമാണ്. പിശാചിൻ്റെ വിപണിയിലെ ഉൽപ്പന്നമാണ് ഈ ധൂർത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിശ്ചയം ധൂർത്തന്മാർ ഇന്നൽ മുബസ്സിരീന കാനു ഇഖ്വാന ശയാത്വീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. ധൂർത്തന്മാരെ പിശാചുക്കളുടെ കൂട്ടുകാരാണ്. പിശാചോ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. പിശാചിൻ്റെ കൂട്ടുകാരാണ് ധൂർത്തന്മാരും ധാരാളിത്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരും എന്ന് പറയാണ് വിശുദ്ധ ഖുർആൻ. മറുവശത്തിൽ ലഹരിയാണ്, അതും പിശാചിൻ്റെ മാലിന്യമാണ്. റിജ്സുമ്മിൻ അമലി ശൈത്വാൻ. ലഹരിയെ സംബന്ധിച്ച് അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് പിശാചിൻ്റെ മാലിന്യങ്ങളിൽപ്പെട്ട ഒരു മാലിന്യമാണ്. പിശാച് വിസർജിക്കുന്നതാണത്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതുകൊണ്ട് നിങ്ങൾ ലഹരി ഒഴിവാക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. ഈ ലഹരിയുടെയും അതുപോലെ തന്നെ ഇപ്പറയുന്ന ധൂർത്തൻ ജീവിതത്തിലേക്കുമെല്ലാം പിശാച് ക്ഷണിക്കുമ്പോൾ റമദാനും ഖുർആനും ഒക്കെ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് മിതവ്യയത്തിൻ്റെ ജീവിതത്തിലേക്കാണ്. അൽ ഇഖ്തിസാദു ഫി നഫഖത്തി നിസ്ഫുൽ മഈഷ എന്ന് പറയപ്പെടും. അതായത് ജീവിതത്തിൽ മിതത്വം കൈകൊള്ളുക എന്ന് പറയുന്നത് ഉപജീവനത്തിൻ്റെ പകുതിയാണ്. മിതത്വത്തിൻ്റെ നിലപാട് സ്വീകരിച്ചാൽ പകുതി ഉപജീവനം,
അയാൾ അതോടുകൂടി അയാൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു മാസമാക്കി ഈ റമദാനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ, ചൈതന്യവത്തായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ റമദാൻ നമുക്ക് പ്രേരകമാവട്ടെ. അതുപോലെ തന്നെ യുവസമൂഹത്തെ ഈ ലഹരിയുടെ മദ്യത്തിൽ നിന്ന് കഞ്ചാവിലേക്കും MDMയിലേക്കും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ നമുക്ക് പേരറിയുന്നതും നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് വിപണിയിൽ ഇന്ന് പല വാർത്തകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അത്തരം ലഹരിയുടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയണം, എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയണം. അതിന് വലിയ ഒരു ഊർജം നൽകുന്ന, ആത്മീയമായ ഊർജം നൽകുന്ന ഒരു മാസമായി ഈ റമദാൻ മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നമസ്കാരം.